ഈ വർഷത്തെ ഞങ്ങളുടെ രണ്ടാമത്തെ ഊട്ടി യാത്രയാണ് ഈ പോകുന്നത്. അതും നമ്മുടെ മസിനഗുഡി വഴി ഊട്ടി. അപ്പോൾ അതാ മുതുമല ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറാണ്. എന്തൊക്കെ നമുക്ക് ഇവിടെ കാണുമെന്ന് നോക്കാം. ഓടാണ്. നമ്മൾ എത്ര വേഗം ഇങ്ങനത്തെ ഒരു സീൻ കിട്ടുമെന്ന് വിചാരിച്ചില്ല. കയറിയ സ്റ്റാർട്ടിങ് തന്നെ കേട്ടോ. അതാ എത്രയാ ഒരു വലിയ മാൻകൂട്ടം ഇവിടെ നിക്കണ്ടിട്ടോ. നോക്കാൻ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ നിക്കാണ്. എത്രയാ നല്ല ഭംഗിയുണ്ട്. നിക്കുക നമ്മളിതാ ഊട്ടി ട്രിപ്പിലാണ്. മസ്കറ്റ് വഴി പോകാനാണ് വിചാരിക്കുന്നത്. റോഡ് സൈഡിലെ മാനാണ്. നമ്മളിപ്പോ പുതുമല ടൈഗർ റിസർവേറ്റ് ഫോറസ്റ്റിന്റെ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഇപ്പൊ നമ്മള് മാനെയാണ് മെയിനായിട്ട് കണ്ടത്. അപ്പൊ ഈ വഴി കുറെ മൃഗങ്ങളുണ്ട്. നോക്കാം എന്തിനൊക്കെ കാണാൻ പറ്റുന്നത്. നല്ല കിടില റൂട്ടാട്ടോ. ഞാൻ കാണിച്ചു തരാം. നല്ല റോഡാണെങ്കിൽ പോലും നല്ല പതുക്കെയാണ് നമ്മൾ വണ്ടി ഓടിച്ചത്. കാരണം അപ്പുറത്ത് എന്തൊക്കെ മൃഗങ്ങളെ കാണാന്നുള്ളത് നോക്കിയല്ലേ ഓടിക്കുന്നത്. ആന 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 ഗൈസ്, അവിടെ ആനേനെ നമ്മൾ സ്പോട്ട് ചെയ്തേ. പക്ഷെ ഇത് കാട്ടാനയല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് കാട്ടാനയെന്ന് വിചാരിച്ചിട്ട് നോക്കിയത്. പക്ഷെ അത് നാട്ടാനകളാണ്. അവരെ അങ്ങനെ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ആനകളാണെന്ന് തോന്നുന്നു. വളർത്തുന്ന ആന കേട്ടോ, നാട്ടാനയാണ്, കാട്ടാനല്ല. രസമുണ്ട്, കുടിക്കാനൊക്കെ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷെ ദൈവം നമ്മളെ വിഷമിപ്പിച്ചില്ല. ഉടൻ തന്നെ കാട്ടാനേനെ നമ്മുടെ മുന്നിൽ കൊടുന്നു. നമ്മളിതാ നല്ലൊരു അടിപൊളി കാട്ടാനനെ കണ്ടേ. അങ്ങനെ മാനിനെയും മയിലിനെയും കാട്ടാനൊക്കെ കണ്ടു. ഇനി എന്തിനെ കാണുമെന്ന് വെച്ച് പോവാണ്. നമ്മുടെ പുറകില് ഫുള്ള് കാണുന്നത് സിംഹവാലകൊരക്കന്മാരാട്ടോ. പേടിയൊന്നുമില്ല, നമ്മളിത് അടുത്താണ്. നമുക്ക് ഒരു പേടിയില്ലാണ്ട് നടക്കല്ലോ. ഇലയൊക്കെ പറിച്ച് തിന്നാട്ടോ. ഇവിടെ വയസ്സായവരൊക്കെ ഇരിക്കണ പോലെ അങ്ങ് കാല് നീട്ടിയിരിക്കുക അല്ലേ? ശരിക്കും വയസ്സായ ആൾക്കാർ ഇരിക്കണത് പോലെ എനിക്ക് തോന്നാണ്. നമുക്ക് പാലിന് നല്ല നീളമുണ്ട് അല്ലേ, മറ്റു കുരങ്ങന്മാരെക്കാളും. നല്ലൊരു കിടില മാനിനെ കണ്ടിട്ടുണ്ട്, കാണിച്ചു തരാം. എന്താ ഇവിടെ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇത്രയും മൃഗങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കടുവേനും കരടിയും കാണാൻ പറ്റിയൊരു ഭാഗ്യന്മാരാണ്. ഇനി പോകുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ ആരും മറക്കണ്ട. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.